ഹലോ ഗൈസ്, നമസ്കാരം. സീതത്തോടുകാരുടെ പ്രിയപ്പെട്ട ദീപ്തി ടീച്ചറിൻ്റെ കല്യാണം ഇന്നലെ വളരെ മംഗളമായി നടന്നു. നിങ്ങൾ ഈ കാണുന്ന ആൾക്കാരിൽ ഇത് നമ്മുടെ ഈ ദീപ്തി ടീച്ചറിൻ്റെ ചാനൽ തുടക്കം മുതലേക്ക് കാണുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ആ ഒരു യൂട്യൂബറിനെ അഥവാ യൂട്യൂബർ എന്ന രീതിയിൽ നല്ല രീതിയിലൊരു ഗ്രാമീണ ഭംഗിയിൽ വളരെ നമ്മുടെ ചുറ്റുപാടുമുള്ള പല കാര്യങ്ങളും ഇവിടെ തുറന്നു കാണിക്കുന്ന ഒത്തിരി നല്ല നമുക്ക് ഗൃഹാതുരത്വം ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള കാഴ്ചകൾ കാണിച്ചു തരുന്ന ദീപ്തി ടീച്ചർ ഞാൻ മുമ്പേ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറയുന്ന പഴയ ആ സമയം മുതൽ തന്നെ ഞാൻ കാണാറുണ്ടായിരുന്നു. അവരും അവരുടെ അച്ഛനുമായിട്ടുള്ള അവരുടെ ലൈഫിൻ്റെ അത്ര കുറേയധികം സ്ട്രഗിൾസ്, വിഷമങ്ങൾ, ബുദ്ധിമുട്ട് ഒക്കെ. നിങ്ങൾ അവരെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് അവരെ ഇഷ്ടമാണോ? അതുപോലെ തന്നെ അവരുടെ കല്യാണം കഴിഞ്ഞ ദിവസം കഴിഞ്ഞു. ആദ്യം തന്നെ ദീപ്തി ടീച്ചറിനും അവരുടെ പങ്കാളിക്കും രണ്ടുപേർക്കും 1000 വിവാഹ മംഗളാശംസകൾ. നിങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി ഇനി അങ്ങോട്ട് ജീവിക്കട്ടെ. അതിനുള്ള എല്ലാ ഭാഗ്യവും ആയുരാരോഗ്യ സൗഖ്യവും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. പക്ഷേ ഈ എന്ത് നല്ലത് നടക്കുന്ന സമയത്തും അവിടെ ചില നികൃഷ്ട ജീവികൾ കടന്നു വരികയും അങ്ങേയറ്റം മോശമായ വാക്കുകളിലൂടെ ആ സന്തോഷ നിമിഷങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുമെന്നുള്ള കാര്യം അക്ഷരാർത്ഥത്തിൽ ശരിവയ്ക്കുന്നതാണ് ഇനി ഞാൻ കാണിക്കാനും പറയാനും പോണ ചില കാര്യങ്ങൾ. ആദ്യം ഈ സന്തോഷ നിമിഷത്തെക്കുറിച്ച് അവർ പറയുന്ന വാക്കുകൾ കേൾക്കാം. ഇതേ കാര്യത്തിനെക്കുറിച്ച് ഇവർ മുൻപ് പറഞ്ഞു എന്ന് പറഞ്ഞ രീതിയിൽ അതിനെക്കുറിച്ച് വേറെ കുറേ കാര്യങ്ങളൊക്കെ കുറേ ആൾക്കാർ പറയുന്നുണ്ട്. അത് പിന്നാലെ പറയാം. ആദ്യം അവരുടെ ആ ഒരു സന്തോഷ നിമിഷങ്ങളിൽ അവർ നമ്മളോടൊപ്പം ഷെയർ ചെയ്യുന്ന ആ ഒരു കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കേൾക്കാം. എനിക്ക് വേറെ ഒന്നും വേണ്ട, എന്നെ കരയിപ്പിക്കരുത് ജീവിതത്തിൽ. എന്തായിരുന്നു അങ്ങനെ പറയാനുള്ള റീസൺ എന്താണ്? മാത്രമല്ല ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരാളിനെ ചാനൽ കാണുന്നവർക്ക് എന്തായാലും അറിയാമായിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരാളെ തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ ആള് മറ്റുള്ളവരോട് പെരുമാറുന്ന ഒരു രീതി, അതിപ്പോൾ എല്ലാവരോടും ഒരേ രീതിയിൽ പെരുമാറാൻ കഴിയുന്നു. അവിടെ ഇപ്പം അവരുടെ പങ്കാളിയെക്കുറിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരാളെ സെലക്ട് ചെയ്തു എന്നുള്ളൊരു ചോദ്യമായിരുന്നു. അവരുടെ ലൈഫിൻ്റെ അകത്ത് ഒത്തിരി അവരുടെ ചാനൽ ഫോളോ ചെയ്ത ആൾക്കാർക്കറിയാം. ഒത്തിരി പ്രശ്നങ്ങളിലൂടെ ഒരുപാട് വിഷമങ്ങളിലൂടെ കടന്നുപോയവരാണ്. ഒരുപാട് മൃഗങ്ങൾ, ജീവികൾ, അതുപോലെ ചുറ്റുപാടുള്ള സാമൂഹിക ജീവികൾ, മനുഷ്യർ, മറ്റ് കാട്ടിൽ ജീവിക്കുന്ന മനുഷ്യർ, ഇങ്ങനെ പലരുമായിട്ടൊക്കെ നിരന്തരമായിട്ട് പോകുന്നൊരു ടീച്ചർ എന്നുള്ള രീതിയിലേക്കാണ് അവർ നമ്മൾ കണ്ടിട്ടുള്ളത്. വളരെ ചിരിച്ച മുഖത്തോടുകൂടി ഉള്ളിലെല്ലാ വേദനയും ഒതുക്കിക്കൊണ്ട് ജീവിച്ചൊരു നല്ലൊരു സ്ത്രീ. ഞാൻ അങ്ങനെ അവരെക്കുറിച്ച് പറയുള്ളൂ. അത്രത്തോളം എനിക്ക് ബഹുമാനമാണ് അവരെക്കുറിച്ച്. അപ്പം ആ ഒരു ലേഡി അവരുടെ ഒരു പാർട്ട്ണറിനെ തിരഞ്ഞെടുത്തു. ഇപ്പം 2ാമത്തെ മാരേജാണ്. അതൊക്കെ വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമൊന്നുമല്ല, അവരാതൊന്നുമല്ല. 2ാമത്തെ മാരേജാണ്. അപ്പം ആ ഒരു കാര്യമായിട്ട് ബന്ധപ്പെടുത്തി അവരുടെ സന്തോഷ നിമിഷങ്ങളിൽ പങ്കുവയ്ക്കുമ്പോഴും ആദ്യം തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരാളുടെ ഒരു കമൻറ്റ് ഞാൻ കാണിച്ചു തരാം. രണ്ടാമത് ഇച്ചിരി കൂടെ ക്രൂരമായ കുറച്ച് കമൻറ്റുകളാണ്. ആദ്യം ഈ റാണി പി സദാശിവൻ എന്ന് പറയുന്ന ഒരു ലേഡി, ഇവരെക്കുറിച്ച് അറിയാമായിരിക്കും. നിങ്ങളുടെ ഈ ഫാമിലി വ്ളോഗ്സ് ഇവരുടെ ഈ ചാനലിൽ കാണുന്നവർക്കാണെങ്കിൽ വ്യക്തമായിട്ട് അറിയാൻ വേണ്ടി പറ്റും. ഈ ലേഡി കുറേ കാലം കൊണ്ട് ഈ ടീച്ചറിൻ്റെ പുറകെ നടക്കുകയാണ്. വളരെ മോശമായ പദപ്രയോഗങ്ങൾ, വളരെയധികം മോശമായ സാമൂഹിക മാധ്യമങ്ങൾ ഇവർ അപമാനിക്കുന്ന സ്ത്രീയാണ്. അവരുടെ കമൻറ്റ് നിങ്ങൾ നോക്കുക. പാവങ്ങൾ തമ്മിൽ ഒരു പരിചയവുമില്ല, 2 വർഷം അവിടെ വീട്ടിൽ താമസിച്ചെന്നേ ഉള്ളൂ. പാവങ്ങൾ തമ്മിൽ ആലുവ മണപ്പുറത്ത് വെച്ച് പോലും കണ്ടിട്ടില്ല. പാവം, നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചതാണ് എന്ന് പറഞ്ഞ് ചിരിക്കുന്നു. പാവങ്ങളെക്കുറിച്ച് ആരും ഒന്നും പറയരുത്. അവളുടെ ഈ നല്ല സ്വഭാവം കൊണ്ട് അവളുടെ ഒരു ബന്ധം തകർന്നേ ഉള്ളൂ. ഒരു ജീവിതം തുടങ്ങുന്ന ഒരു സ്ത്രീയോട് ഇവരോട് എന്ത് തെറ്റാണ് ആ സ്ത്രീ ചെയ്തിട്ടുള്ളത്? എന്തിനാണ് ഇത്രയും മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അവളുടെ ഒരു ബന്ധം തകർന്നേ ഉള്ളൂ. ഇനി 2ാമത്തവൻ കള്ളു കുടിക്കാത്ത നല്ലവനായതുകൊണ്ട് ഇതും സന്തോഷപ്രദമായിരിക്കും എന്നാണ് അവൾ പറയുന്നത്. ഏത് കുടിക്കാത്തവനായാലും ഇവിടെ സ്വഭാവത്തിന് 6 മാസം തികച്ച് നിർത്തുന്ന ദൈവത്തിനറിയാം. എന്തായാലും അവൻ പറഞ്ഞു വിടത്തില്ല, ആയിരിക്കത്തില്ല, ലോട്ടറി അടിച്ചതല്ലേ, എങ്ങനെയും ഒക്കെ ജീവിക്കട്ടെ എന്ന് പറയുന്നു. നാട്ടുകാരെ അവിഹിതമില്ലെന്ന് പറഞ്ഞ് അങ്ങ് കണ്ണടയ്ക്കുക, ഒന്ന് സന്തോഷത്തോടെ ജീവിക്കട്ടെ, അവളുടെ അഹങ്കാരമൊക്കെ കുറച്ച് ഒതുങ്ങട്ടെ. പിന്നെ നട്ടലില്ലാത്തവനായതുകൊണ്ട് വലുതായിട്ടൊന്നും ഒതുങ്ങത്തില്ല. അഥവാ ഒതുങ്ങിയില്ലെങ്കിൽ അവനെ ഒതുക്കാൻ അവർക്കറിയാം, എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ എന്ന് പറഞ്ഞ് അങ്ങേയറ്റം മോശമായി. ഈ സ്ത്രീക്കെതിരെ സത്യമായിട്ട് ഞാൻ പറഞ്ഞു, ഇവർ നിയമപോരാട്ടത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദീപ് ടീച്ചർ 2-3 പ്രാവശ്യം അവർ പറഞ്ഞ് വാണിംഗ് കൊടുത്തു, ഇനി മേലാൽ ആവർത്തിക്കരുതെന്ന് പറഞ്ഞു. VR in ലവ് എന്ന് പറയുന്നൊരു ചാനലിൽ ആ പയ്യനും ആ ഒരു പെൺകുട്ടിയെ, വയ്യാത്ത സ്ത്രീയെ വളരെ മോശമായിട്ട് എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞ് ഇവരുടെ സ്ഥലം കണ്ടെത്തി ഒരു പലചരക്ക് കടയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ പോയി കണ്ടെത്തുന്ന ഒരു വീഡിയോ ഒക്കെ ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു ലേഡിയാണ് ഇപ്പോൾ വന്നിരുന്നിട്ട് വീണ്ടും ഇതേ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി
ഈ ഒരു സമയത്തും അവരെ മോശമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കഴിഞ്ഞില്ല. സഹജീവികളോടുള്ള സ്നേഹം, പെങ്ങന്മാരോടുള്ള സ്നേഹം, കൂട്ടുകാരോടുള്ള സ്നേഹം, ഓരോ പെരുമാറ്റവും നമ്മൾ കണ്ടു നിന്ന് പോകും. അങ്ങനെയൊരു കാരണം 2 വർഷത്തോളം ഞങ്ങൾ തമ്മിൽ പരിചയമുണ്ട്. ഒരുപാട് യാത്രകൾ ഒരുമിച്ച് സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഒരു നല്ല സുഹൃത്തായി തന്നെ ഒരു പരിധി വിടാണ്ട് തന്നെ കൂടെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു പാർട്ട്ണറിനെ അവർ സെലക്ട് ചെയ്ത കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് എന്ത് വളരെ മനോഹരമായിട്ടാണ് പറഞ്ഞത്. അതായത് തൻ്റെ വീഴ്ചകളിൽ കൂടെ നിൽക്കുകയും തനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയങ്ങളിലെല്ലാം അതിരുവിടാതെ, വ്യക്തമായി ശ്രദ്ധിക്കണം, അതിരുവിടാതെ കൂടെ എല്ലാത്തിനും കൂടെ നിൽക്കുകയും ചെയ്ത ഒരാൾ എന്നുള്ള രീതിയിലാണ് ഈ ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത്, അവരുടെ പാർട്ട്ണറിനെ കുറിച്ച് പറയുന്നത്. അപ്പം ഇതേ പാർട്ട്ണറിനെ കുറിച്ച് എന്തെല്ലാമാണ് ഇവരുടെ ലൈഫിലേക്ക് ഒന്നും അറിയാത്ത ചില ആൾക്കാർ എന്തെല്ലാം അനാവശ്യങ്ങളാണ് ഇനി എഴുതി വെച്ചേക്കുന്നുള്ള കാര്യങ്ങൾ കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടാൻ വേണ്ടിയിട്ട് പോകുന്നേ ഉള്ളൂ. ഞാൻ കാണിച്ചു തരാം. ഇതാ ഒരു കമൻ്റാണ്. ആർഭാട കല്യാണം താല്പര്യമില്ല, രജിസ്റ്റർ മാരേജ് ആണ് താല്പര്യം, സിമ്പിളാകണം, എല്ലാം പണം ദൂർത്തടിക്കൽ, എന്തെല്ലാമായിരുന്നു പണ്ട് തള്ള്, ഇപ്പോൾ എന്തെല്ലാം കോലങ്ങളാണ്, 2ാം കെട്ട് ആയിട്ട് പോലും സമ്മതിക്കണം. ഇവരെന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ആർഭാട കല്യാണം താല്പര്യമില്ല എന്ന് ഈ ടീച്ചർ പറഞ്ഞു എന്നൊക്കെ പറയുന്നത് നിങ്ങളാരും കേട്ടിട്ടുണ്ടോ? രജിസ്റ്റർ മാരേജ് ആണ് താല്പര്യമൊന്നും, സിമ്പിൾ ആവണം, അല്ലാതെ എല്ലാം ഈ പണം ദൂർത്തടിക്കലാണ്, എല്ലാം അതൊന്നും താല്പര്യമില്ല എന്നൊക്കെ ഈ പുള്ളിക്കാരത്തി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരുടെ ഈ കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് ഓരോരുത്തർ പറയുന്നത്. അതിൻ്റെ താഴെ കുറച്ച് ക്രൂരമായ കുറച്ച് കമൻ്റ് ഉണ്ട്. അത് വളരെയധികം മോശമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറയാം. അവർക്ക് അങ്ങനെയാണ് ഇഷ്ടം, എന്നാൽ ആദ്യം കഴിച്ചത് അതുപോലെ ആയിരുന്നു. അവർക്ക് അങ്ങനെയാണ് ഇഷ്ടം, എന്നാൽ ആദ്യം കഴിച്ചത് അതുപോലെ ആയിരുന്നു. ഇത് അച്ഛനും അമ്മയും ബന്ധുക്കളും ചെക്കൻ്റെ വീട്ടുകാർ എല്ലാവരും ആവശ്യമനുസരിച്ച് ആർഭാടത്ത് നടത്തുന്നു. തീർച്ചയായിട്ടും ഒരു കല്യാണം എങ്ങനെ നടത്തിക്കൂടാ എന്നുള്ള കാര്യം ആ വ്യക്തിയുടെയും അവരുടെ ചുറ്റുപാടിനെയും ബാധിക്കേണ്ടതോ അവരുടെ മാത്രം കാര്യമാണ്. അത് കല്യാണം ചിലപ്പോൾ കുറേ കാലത്തിന് മുമ്പ് അവർക്ക് വളരെ ലളിതമായി നടത്താനായിരിക്കും താല്പര്യം. അതിപ്പോൾ വന്ന സമയത്ത് ലളിതമായിട്ടാണ് എല്ലാവരുടെയും താല്പര്യത്തിനനുസരിച്ച് എന്താ നമുക്ക് നന്നായിട്ട് നടത്തിയാലേ എന്ന് ചിന്തിച്ച് അവർ ചെയ്തിട്ടുണ്ടാവാം. എന്താണ് അതൊക്കെ വലിയൊരു പാതകമാണ്. ഒരു കൊച്ചു വീട് വയ്ക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് വെച്ച് വന്നിട്ട് ഇച്ചിരി കൂടെ നല്ല വീടായി കഴിഞ്ഞാൽ എന്താ പ്രശ്നം? അതുകൊണ്ട് എന്താ പ്രശ്നം? ഇവിടെ ആർക്കെങ്കിലും ദോഷമുണ്ടോ? അത് അവരുടെ ലൈഫല്ലേ, അവരെന്തെങ്കിലും ചെയ്യട്ടെ. അതിന് ടീച്ചർ അന്ന് അങ്ങനെ പറഞ്ഞു എന്നങ്ങനെ പറഞ്ഞു. വീണ്ടും ഒരു വീഡിയോയിൽ പറഞ്ഞു വീട്ടുകാർ അവരുടെ ഇഷ്ടം ഇങ്ങനെ നടത്താനാണെന്ന്. പിന്നെ കുഞ്ഞാവയുടെ ഫാമിലി അവരും അവരുടെ ആഗ്രഹം ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. കുഞ്ഞാവെന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഓക്കെ, അടുത്ത് ഇവരുടെ വിവാഹം കഴിഞ്ഞോ? നേരത്തെ ഇവരുടെ 1 or 2 വീഡിയോസേ കണ്ടിട്ടുള്ളൂ. അന്ന് ഇവർ അതിൽ പറയുന്നുണ്ട്, ഈ പറയുന്ന കുഞ്ഞാവ എനിക്ക് സഹോദരനെ പോലെയാണ്. അങ്ങനെ പറഞ്ഞത് ആരെയും കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? സഹോദരനെ പോലെയാണ് ഈ കുഞ്ഞാവ എന്ന് ഇവർ പറഞ്ഞു എന്ന് ഇതാ പറയുന്നു കമൻറ്റ് ബോക്സിൻ്റെ അകത്ത്. ആരൊക്കെയോ എന്തൊക്കെയോ ഒക്കെ പറയുന്നു. ഇവർ പറഞ്ഞിരുന്നു സഹോദരനെ പോലെ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. ആരും അനാവശ്യം പറഞ്ഞുണ്ടാക്കരുത് എന്നൊക്കെയാണല്ലോ. ഇപ്പോൾ ഈ സഹോദരന്മാർ ആയി കാണുന്നവരെ തന്നെയാണല്ലോ എല്ലാവരും വിവാഹം കഴിച്ച് കാണുന്നത്. ഉദാഹരണം കാവ്യ സഹോദരനായിട്ട് കാണുന്നത് പറഞ്ഞോ? എന്തായാലും ശരി, നന്നായി പോട്ടെ. വീഡിയോസ് എല്ലാം കണ്ടിട്ടില്ല, അതാവും. ഓക്കെ, ഇങ്ങനൊരു കമൻറ്റും അവിടെ വന്നിട്ടുണ്ട്. അതായത് ഇദ്ദേഹത്തിന് സഹോദരനായിട്ടാണ് കണ്ടിരുന്നത് ഇവർ മുമ്പ് പറഞ്ഞു എന്നും അത് പിൽക്കാലത്ത് എന്തുകൊണ്ട് അയാൾ വിവാഹം കഴിച്ചു എന്നുള്ളൊരു ചോദ്യമാണ്. അതിനെക്കുറിച്ച് എനിക്കറിയാത്തത് കൊണ്ട് നിങ്ങൾ അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല. പിന്നെ അതിന് കാവ്യ ചെയ്തതുപോലെ അല്ലല്ലോ ഇത്. ഇവർ ആരെയും ചതിച്ചിട്ടില്ലല്ലോ. സ്നേഹം, പ്രണയം ആർക്കും എപ്പോൾ വേണമെങ്കിലും ആകാമല്ലോ. എത്രയോ പേര് കുട്ടിക്കാലം മുതൽ ഒപ്പമായി ശേഷം കല്യാണം കഴിക്കുന്നില്ലേ? അല്ല, നല്ലൊരു സുഹൃത്തായിരുന്നു. ഇപ്പോൾ ആദ്യം ഇപ്പോൾ എനിക്കൊരു സഹോദരനെ പോലെ, ഇപ്പം നമ്മൾ പറയില്ലേ, വളരെ പ്രണയത്തിൽ ഉള്ള ആൾക്കാർ പറയും എനിക്ക് എൻ്റെ സഹോദരനെ പോലെയാണ്, എൻ്റെ അച്ഛനെ പോലെയാണ്, എൻ്റെ ഗാർഡിയനാണ്, എല്ലാ തരത്തിലും ആണെന്നൊക്കെ പറയുന്നതിന് ആ അർത്ഥം അത് സഹോദരനാണ് എന്നുള്ളത് മാത്രം എടുത്ത് പിടിച്ചുകൊണ്ട് പറയുന്നത് എന്തിനാണ്? അവർ ചിലപ്പോൾ അവരുടെ ദീനതയിൽ, അവരുടെ കഷ്ടപ്പാടിൽ, അവരുടെ ബുദ്ധിമുട്ടിൽ അവരെ ചേർത്ത് നിർത്തിയ ഒരാൾ, അവരുടെ സഹോദരൻ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം എങ്ങനെ ചെയ്യുമോ അതുപോലെയൊക്കെ തന്നെ ചേർത്ത് നിർത്തിയ ആൾ. അപ്പോൾ അവർ ആ ഒരു അർത്ഥത്തിൽ പറഞ്ഞതായിരിക്കും. അതിന് സഹോദരനെ പോലെ കണ്ടുകൊണ്ടിരുന്ന ആൾ കെട്ടിയെന്നൊക്കെ പറഞ്ഞ് അപമാനിക്കാൻ ഒരു ഉളുപ്പില്ലാതെ വന്നിട്ടുണ്ട് ആൾക്കാർ. എന്ത് കഷ്ടം എന്ന് ആലോചിച്ച് നോക്കണേ. വീട്ടുകാരുടെ ഇഷ്ടം എന്നുകൂടി പറഞ്ഞു, അത് മോള് കേട്ടില്ലേ? അന്ന് അടുത്ത താഴെ ഒരു കമൻറ്റ് ഉണ്ട്. അങ്ങനെ വീട്ടുകാരുടെ ഇഷ്ടമാണ്, അവരുടെ മാത്രമല്ല, പകരം വീട്ടുകാരുടെയും കൂടെയൊക്കെ ഇഷ്ടമാണ്, എല്ലാവരുടെയും ഇഷ്ടം. ഇപ്പം എൻ്റെ വീടിൻ്റെ പാലുകാച്ചി ഞാൻ പറയാമല്ലോ, എനിക്ക് വീടിൻ്റെ പാലുകാച്ചിൻ്റെ അകത്ത് സ്വാഭാവികമായിട്ടും ചില ചടങ്ങുകളോ മറ്റുള്ള കാര്യങ്ങളോ ഈ പറയുന്ന സംഭവങ്ങളൊന്നും വലിയ താല്പര്യമില്ല. നേരെ പോയി വീട്ടിൽ കയറുക, അത്രയേ ഉള്ളൂ. പണി ചെയ്താൽ വീട്ടിൽ താമസിക്കുക. പക്ഷേ എൻ്റെ അമ്മ അതിന് സമ്മതിച്ചില്ല. എൻ്റെ ഫാമിലി മൊത്തത്തിൽ അവർക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇന്ന കാര്യങ്ങളൊക്കെ വേണം എന്ന് ആഗ്രഹിച്ചു. എൻ്റെ ഇഷ്ടങ്ങളില്ല, എനിക്കിഷ്ടമില്ലെന്നും എനിക്ക് അതിനോട് വിശ്വാസമില്ല എന്ന് കരുതിയിട്ട് എൻ്റെ വീട്ടുകാരുടെ ഇഷ്ടത്തിന് എനിക്ക് മാറ്റി വയ്ക്കേണ്ട കാര്യമുണ്ടോ? അവരുടെ ഇഷ്ടങ്ങളും കൂടെ നമ്മൾ നേടിക്കൊടുക്കണ്ടേ? അല്ലാതെ നമ്മൾ ഒരു ഏകപക്ഷീയമായിട്ട് തീരുമാനം എടുക്കുന്നു, നടപ്പിലാക്കുന്നു, അടിമ ഉടമ സിസ്റ്റോ? അതുകൊണ്ട് അവരുടെ കുടുംബത്തിലുള്ള ആൾക്കാർക്കും കൂടെ സന്തോഷമായിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർക്കും കാണില്ല ആഗ്രഹങ്ങൾ. അതിനെന്താ തെറ്റ്?
ആദ്യത്തെ കെട്ടെങ്ങനെയായിരുന്നു, അപ്പോൾ ഒരു വെറൈറ്റിക്ക് രണ്ടാമത്തെ കെട്ടിങ്ങനാക്കി. തനിക്കൊന്നും നഷ്ടമൊന്നുമില്ലല്ലോ, സത്യം, നല്ല കമൻറ്റ്. അങ്ങനെയാ കൊടുക്കേണ്ട, അടിപൊളി. ഷീ ഡിസേർവ്സ് ഓൾ ഹാപ്പിനെസ്. സന്തോഷം അവരർഹിക്കുന്ന സന്തോഷത്തിന് പിടിച്ചു കെട്ടാനോ അത് നഷ്ടപ്പെടുത്താനോ നിങ്ങൾക്കൊക്കെ ആർക്കെങ്കിലും ഒരു യോഗ്യത ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫാണോ ഇത്? അല്ലല്ലോ. ഇവരുടെ ചാനൽ ദീപ്തി ഇതെല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ഷീ ഈസ് എ ജെം, റിയലി. അവരൊരു നല്ലൊരു സ്ത്രീയാണ്, സത്യമായിട്ട് ഞാൻ പറയാം. ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആവാൻ അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്ന തരത്തിലുള്ള ഒരു നല്ലൊരു ഒരു ഇൻഡിവിജ്വൽ വിമൺ, ഇൻഡിപെൻഡൻറ്റ് വിമൺ. അവരൊരു ഇൻഡിവിജ്വലാണ്. അവരുടെ ലൈഫിൻ്റെ അകത്ത് വന്ന സ്ട്രഗിൾസിനെ കുറിച്ചും അതിനെ ഓവർകം ചെയ്ത വഴികളെക്കുറിച്ച് ഓർത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു വിമൺ തന്നെയാണ്. ചേച്ചിക്ക് സെക്കൻഡ് കെട്ടാൻ പറ്റാത്ത സംഘടന ആണെന്നൊക്കെ പറഞ്ഞ് കളി. ഓക്കെ, എന്താണെന്നോളൂ. ഓക്കെ, ദീപ്തി സെക്കൻഡ് മാരേജ് ആണ് അവളുടെ ഫസ്റ്റ് മാരേജ്. ദീപ്തി സെക്കൻഡ് മാരേജ് ആണ്, അയാളുടെ ഫസ്റ്റ് മാരേജും. അതിനിപ്പോൾ എന്താ പ്രശ്നം? അയാളുടെ ഫസ്റ്റ് മാരേജ് ആണ്, ദീപ്തി സെക്കൻഡ് മാരേജ് ആണ്. 3-4 കെട്ടിയതിന് ശേഷം ഒരു ആദ്യമായിട്ട് ഒരാൾ വിവാഹം കഴിക്കുന്ന ആണുമുണ്ട് പെണ്ണുമുണ്ട്. അതിനിപ്പോൾ എന്താ പ്രശ്നം? അതും അയാൾ പ്രായത്തിലുള്ളത്. അതിനിപ്പോൾ എന്താ പ്രശ്നം? പ്രായത്തിൽ അയാൾ ഇളയതാണെങ്കിൽ അതെന്താ കുഴപ്പം? പ്രായത്തിന് പെണ്ണിനെക്കാട്ട് പ്രായത്തിൽ ഇളയ ആണിനെ കെട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്താ പ്രശ്നം? അയാൾ പ്രായത്തിലുള്ളത്, പിന്നെ സഹോദരനായി പോലെയും ഇപ്പോൾ സഹോദരനായി കെട്ടി. അത്രയും ഇവരെ ഇഷ്ടമായിരുന്നു. ഇതിപ്പോൾ ഫുൾ ഉടായ്പാണെന്ന് പറയുന്നത് ചെയ്യുന്നത് വേറെ ഒന്ന്. എടീ, അവരുടെ ജീവിതത്തിൻ്റെ അകത്തുള്ള ഒരു നല്ലൊരു മൊമെൻറ്റ്, ഒരു വിവാഹം, അവരുടെ ഇഷ്ടത്തിനും അവരുടെ ചുറ്റുപാടുള്ളവരുടെ ഇഷ്ടത്തിനും വേണ്ടി അവർ ചെയ്തു. ഇനി ജീവിക്കുന്നത് നിങ്ങൾക്കൊപ്പമല്ല, ഈ കമൻ്റ് ഇടുന്ന ആൾക്കാരുടെ ഒപ്പമല്ല. നിങ്ങൾ കമൻ്റ് ഇട്ട് കരഞ്ഞോളൂ, പക്ഷെ അവരുടെ പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു പോയിട്ടുണ്ട്. ഈ കമൻ്റ് ഇട്ട് കരയുന്നവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ ദീപ്തി ടീച്ചർ ഇവരുടെ എല്ലാം വീട്ടിൽ പോയിട്ട് നിരന്തരം നിങ്ങൾ ആരാ ഇങ്ങനെ ആരെന്നൊക്കെ പറഞ്ഞ് ചോദ്യം ചെയ്ത് കുറ്റപ്പെടുത്തി അവരെ സമൂഹത്തിൻ്റെ മുമ്പിൽ ടോർച്ചർ ചെയ്ത് ബുള്ളിങ് ചെയ്ത് നടക്കുന്ന ഒരു സ്ത്രീയെ പോലെയാണ് ഇവർ പറയുന്നത്. അവരെ കാര്യം നോക്കുന്നു, കുറേ അധികം ആൾക്കാരുടെ കാര്യങ്ങളും കൂടെ നോക്കുന്നു, കുറച്ചധികം മൃഗങ്ങളുടെയും ജീവികളുടെയും കാര്യം നോക്കുന്നു, സ്വന്തം കാര്യം മാത്രമല്ലാതെ. ഒരു സെൽഫിഷ് അല്ലാത്തൊരു ലേഡിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു പരോപകാരിയായിട്ടുള്ള, അതുപോലെ തന്നെ ഒരു സാമൂഹിക ജീവി, നമുക്കൊരു ഉദാത്തമായ ഒരു സാമൂഹിക ജീവി എന്ന് പറയാം. അതാണ് ദീപ്തി ടീച്ചറിന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ള വീഡിയോയിലൂടെ, അല്ലാതെ അവരുടെ വ്യക്തിപരമായിട്ടൊന്നും എനിക്കറിയത്തില്ല. പിന്നെ നിങ്ങൾ എങ്ങനെ ആണ് വീട്ടുകാരുമായി ധിക്കരിക്കലാണോ? വീട്ടുകാർക്ക് രണ്ടാം കെട്ടായപ്പോഴാണോ? ഇത് മലയാളം എഴുതുമ്പോഴെങ്കിലും മര്യാദയ്ക്ക് എഴുതറേ. എന്തു ആടെ ഇങ്ങർഹം തോന്നിയതോ? എന്തൊരു ഇങ്ങർഹം? പിന്നെ സെക്കൻഡായി വീട്ടുകാർ ആഗ്രഹമെന്ന് ഒരു ഫംഗ്ഷൻസും കണ്ടാൽ അറിയാം, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് വരെ വെച്ചുള്ള കല്യാണം വേണം എന്ന് ആഗ്രഹിക്കാൻ പറ്റുന്ന ലെവൽ ഉള്ള വീട്ടുകാരാണ്. ഒന്ന് പോടോ, യൂട്യൂബിൽ നന്മമരം കളിച്ച് ക്യാഷ് ഉണ്ടാക്കി എന്നിട്ട് പറഞ്ഞ വാക്ക് മാറ്റി പറയാൻ പറ്റാത്തതുകൊണ്ട് വീട്ടുകാരുടെ തലയിലിട്ടു. ബോധമുള്ളവർക്ക് മനസ്സിലാകും, എല്ലാവരും കേൾക്കുന്ന അതുപോലെ വിഴുങ്ങാൻ വരികയില്ല. അതായത് ഇരിക്കുകയല്ല എന്നൊക്കെ പറയുന്നത്. അതായത് ഇവർ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കൊണ്ട് മേക്കപ്പ് ചെയ്യിച്ചത് ഒരു കുറ്റം, വളരെ വലിയ രീതിയിൽ ആർഭാടമായിട്ട് കല്യാണം കഴിച്ചത് കുറ്റം, അവരുടെ കാട്ടിൽ പ്രായം കുറഞ്ഞ ഒരാളാണ് വിവാഹം കഴിച്ചെന്നുള്ളതൊക്കെ ഒരു കുറ്റം. പിന്നെ ഇതൊക്കെ പോരാഞ്ഞിട്ട് രജിസ്റ്റർ മാരേജ് ചെയ്യാതെ കല്യാണ മണ്ഡപത്തിൽ വെച്ച് കല്യാണം കഴിച്ചു എന്നുള്ള കുറ്റം, സന്തോഷമായിട്ടിരിക്കുന്നു എന്നുള്ളതടക്കം കുറ്റം. എൻ്റെ പൊന്നു, തോന്നുമ്പോൾ മാറ്റി പറയുന്നത് ക്രിസ്റ്റൽ ക്ലിയർ അല്ല, അതിന് വേറെ പേരാണ് പറയുക. ബ്ലൈൻഡ് ഫാൻസിന് അത് മനസ്സിലാകത്തില്ല. അല്ല, ഈ ബ്ലൈൻഡ് ഫാൻസ് അല്ലാത്തതൊന്നുമില്ല, മനുഷ്യത്വമല്ലേ, ഒരാളുടെ വ്യക്തിപരമായ ജീവിതമല്ലേ. അതിനകത്ത് നിങ്ങൾക്ക് എന്ത് അഭിപ്രായം പറയാനിരിക്കുന്നു? അയാളുടെ ലൈഫ്, അവരുടെ ലൈഫ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ആശീർവാദം കൊടുക്കാം, നന്നായി ജീവിക്കൂ, വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ, അല്ലെങ്കിൽ മാരീഡ് ലൈഫ് എന്നൊക്കെ പറയാം. അതിനപ്പുറത്തേക്ക് എന്താണ് അവരെ കുത്തി പറയാതിരിക്കുന്നത്? നിങ്ങൾ ആരെങ്കിലും അവർ ദ്രോഹിക്കാൻ വന്നോ? പിന്നെ പണ്ട് തിരിച്ചാണല്ലോ ഡിവോഴ്സ് ആയത്. അമ്മായിയാന്ന് തോന്നുമ്പോൾ ഓരോന്ന് വിളിച്ച് പറയുന്ന എക്സ്പ്ലനേഷൻ അല്ല. അന്ന് ക്യാഷ് ഇല്ലായിരുന്നു, പൊളിഞ്ഞു നിൽക്കുമായിരുന്നു, അതുകൊണ്ട് അങ്ങനെ. ഇപ്പോൾ ക്യാഷായി, അതുകൊണ്ട് എങ്ങനെയെന്ന് പറഞ്ഞ് മനസ്സിലാവും. സോ നീ നിന്റെ കാര്യം നോക്കുക എന്നൊക്കെ പറഞ്ഞ് വീട്ടുകാർ ആഗ്രഹിച്ച പോലെ നടത്തുന്നു പറഞ്ഞ് ഒരു തവണ കുഞ്ഞാവ അല്ല വരനെന്ന് പറഞ്ഞു. വീട്ടുകാർ ആഗ്രഹിച്ച പോലെ നടത്തുന്നു എന്ന് അവർ പറഞ്ഞിരുന്നു. ഒരു തവണ കുഞ്ഞാവ അല്ല വരൻ എന്ന് പറഞ്ഞു, ഫ്രണ്ടാണ് എന്നും പറഞ്ഞു. ഒടുവിൽ ഞങ്ങൾ ഒന്നിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തു. അതുപോലെ തന്നെ ഇതും കരുതിയാൽ മതി. അവരുടെ അച്ഛനും അമ്മയ്ക്കും ഇല്ലാത്ത വിഷമം ആർക്ക് വേണ്ട? പെണ്ണാണ് എങ്കിൽ ഒരുങ്ങണം. അവരൊരുങ്ങിയത് കുറ്റം. അവരുടെ കൂടെ അവർ നന്നായിട്ട് ഒരു പാർട്ട്ണർ, നമ്മുടെ ജീവിതത്തിൽ പാർട്ട്ണറിനെ എങ്ങനെ തിരഞ്ഞെടുക്കേണ്ടത്? സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതായത് അന്ന് വരെ ഒരു പരിചയമില്ലാത്തൊരു വ്യക്തിയെ പോയിട്ട് പെണ്ണ് കാണൽ ചടങ്ങ് നടത്തുന്നു. ആ പെണ്ണ് കാണൽ ചടങ്ങ് നടക്കുന്നതിന് മുമ്പ് ഒരു പ്രക്രിയ ഉണ്ടാവും. ഈ കുടുംബത്തിൻ്റെ സെറ്റപ്പ്, ജോലി, മറ്റത് മറിച്ച് എല്ലാം നോക്കി വെച്ചിട്ട് അവസാനം ഈ ജാതകപ്പൊരുത്തം നോക്കുന്ന പരിപാടികളും കൂടെ ഒക്കെ ഉണ്ട്. അതെല്ലാം കഴിച്ചിട്ട് എല്ലാം ഓക്കെ, എല്ലാം പണത്തിൻ്റെ മേലുള്ള പരിപാടിയാണേ. ഇതെല്ലാം കഴിഞ്ഞ് സെറ്റാക്കി
ഒരു ദിവസം കൊണ്ട് കണ്ടതിന് ശേഷം മിണ്ടിയതിന് ശേഷം കെട്ട്, അതിനുശേഷം പോകുന്നു, ജീവിക്കുന്നു. കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ശരിക്കുള്ള സ്വഭാവങ്ങൾ പുറത്തേക്ക് വരുന്നു. അന്ന് വരെ അറിഞ്ഞ ഒരാളല്ല, പിന്നെ കാണുന്ന ഒരാൾ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന സമയം മുതൽ എല്ലാം വൈകിപ്പോയി. കുഞ്ഞുങ്ങളും ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത സാഹചര്യങ്ങളിലേക്ക് വരും. രണ്ടുപേരും തനിക്കുണങ്ങൾ പുറത്തേക്ക് വരും. തനിക്കുണം പുറത്ത് വന്നാൽ പിന്നെ ജീവിക്കാനേ പറ്റത്തില്ല. ഇതായിരുന്നു ആ വ്യക്തി എന്നുള്ളത് അറിയുമ്പോൾ പിന്നെ അയാൾ ഇട്ടിട്ട് പോകുമ്പോഴേക്കും ബന്ധം വേർപ്പെടുത്തുക, അതിന് വേണ്ടിയിട്ട് കോടതികളിൽ പോകണം, ഡിവോഴ്സ്, മറ്റുള്ള പരിപാടികൾ, കുറേ വർഷം, ഇങ്ങനെ കുറേ ജീവിതങ്ങൾ ഇങ്ങനെ തൊലഞ്ഞ് നശിച്ച് നമ്മുടെ മുമ്പിലുണ്ട്. അതിനെക്കാട്ടിലും എത്രയോ ബെറ്ററാണ് തൻ്റെ കുറവുകളും തൻ്റെ വിഷമങ്ങളും താൻ എന്തെന്നൊക്കെയാണ് ഒരു വൾണറബിലിറ്റി, അതായത് തൻ്റെ വൈകാരികപരമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ അറിയുന്നൊരു വ്യക്തി തൻ്റെ കൂടെ ഇത്രയും കാലം മനസ്സിലാക്കിയതിന് ശേഷം ജീവിതത്തിലേക്ക് വരുന്നൊരു പങ്കാളിയാണ് എങ്കിൽ അവർക്ക് ഫ്രണ്ട്സായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അവർക്ക് അധികം പ്രശ്നങ്ങൾ ഉണ്ടാവാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെയാണ് ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കേണ്ടത്. അല്ലാതെ ഒരു ദിവസം കണ്ടു, ചായ കുടിച്ചു, 3-ൻ്റെ അന്ന് നിശ്ചയം, 4-ൻ്റെ അന്ന് കല്യാണം, അതിനുശേഷം മടി, 10-ൻ്റെ അന്ന് ഡിവോഴ്സ്. എന്തുവാടേ? പിന്നെ ഇതിലൊന്നും ബന്ധമില്ലാത്ത ചൊവ്വയും, ഇതിലൊന്നും ബന്ധമില്ലാത്ത ശനിയും, ഇതിലൊന്നും ബന്ധമില്ലാത്ത സൂര്യനും. ഒരു ലക്ഷക്കണക്കിന് ഭൂമി എടുത്ത് വെച്ചാൽ ഒരു സൂര്യൻ്റെ വലിപ്പം പോലും ഉള്ളൂ. ആ ഭൂമിയൊക്കെയാണ് ഇവിടെ നിന്ന് ഈ ഭൂമിക്കകത്ത് കിടക്കുന്ന ഈ അണുക്കളപ്പുള്ള മനുഷ്യൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കണം എന്നൊക്കെ ഇവർ പറയുന്നത്. എന്താ പറയുക? ജ്യോതിഷത്തിൽ വിശ്വാസമുണ്ടോ? കമൻറ്റ് ചെയ്യ്. ജ്യോതിഷത്തിൽ വിശ്വസിച്ച് കല്യാണം കഴിഞ്ഞതിന് ശേഷം നശിച്ചു പോയ കുടുംബങ്ങളുണ്ടോ? ഞാൻ ആ ഒരു അർത്ഥത്തിലല്ല പറഞ്ഞത്. അതായത് അവർ പറഞ്ഞു നിങ്ങൾ നന്നായിട്ട് ജീവിക്കുമെന്നൊക്കെ പറഞ്ഞ് പല്ലാണ്ട് വാഴുക എന്ന് പറഞ്ഞിട്ട് ജീവിതം നശിച്ചു പോയ ആൾക്കാരുണ്ടോ? തകർന്നു പോയ ആൾക്കാരുണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്യ്. ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. അങ്ങനെ ആരാ അതിനോട് പറഞ്ഞത്? നീ വല്ല സ്വപ്നം കണ്ടോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങനെ ഓക്കെ, അപ്പോൾ പിന്നെ സമ്മതിക്കാതായി. ഓക്കെ, ഇതൊരു ദൂർത്താണോ? സത്യം പറഞ്ഞാൽ ഇതിലും വലിയ ദൂർത്ത് കല്യാണം വേറെ നടക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നു. ഇനി അവർ പറഞ്ഞേക്കാം. ഞങ്ങളെ ചേർത്ത് നിർത്തിയത് ആദ്യം ഒരു ആലോചന കൊണ്ടുവന്നത് ഇവളാണ്. കുറേ ദിവസം അങ്ങനെ പോയി. വീണ്ടും ഇങ്ങനെ ഒരു ടോപ്പ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനം എടുത്തതാണ്. എന്തുകൊണ്ടാണ് ചേട്ടൻ ഇയാളെ സെലക്ട് ചെയ്തെന്ന് തോന്നാറുണ്ട്? സത്യസന്ധമായി പറയണോ? അത് ചേച്ചിയായിട്ട് അടുത്തിടക്കിയപ്പോൾ ഇവന് വെച്ചൊരു പാർട്ണറാന്ന് തോന്നി. രണ്ടുപേരും ഒന്നിച്ച് കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകും. അങ്ങനെ രണ്ടുപേരും അങ്ങനെ ഒരു വെച്ചായിട്ടൊന്നും ഇല്ലാത്ത എല്ലാം തുറന്ന് സംസാരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആലോചന വെച്ചു, വീട്ടുകാർ സമ്മതിച്ചു, അവർ സന്തോഷമായിട്ട് ഇപ്പോൾ കല്യാണം നടന്നു. ഇനിയൊക്കെ രണ്ട് സ്വഭാവം പോലെ ഇരിക്കും. ഓക്കെ, അപ്പം ഇതാണ് ഇതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഓൺലൈൻ മലയാളി ഇവൻറ്റ്സ് എന്ന് പറയുന്ന ആ ചാനലിൽ പോയി നോക്കിയാൽ ഇതിൻ്റെ ഫുൾ വീഡിയോ കാണാം. അതിനകത്ത് വളരെ സുദീർഘമായിട്ട് ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. ഇത് കൂടാതെ ഇതിനെക്കുറിച്ച് മറ്റ് വീഡിയോസും അവർ തന്നെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ടവരെ, അവനവൻ്റെ ജീവിതമാണ് ജീവിക്കേണ്ടത്. ഞാൻ എൻ്റെ ജീവിതം, നിങ്ങൾ നിങ്ങളുടെ ജീവിതം. ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാക്കുന്നതിൽ ഒരിക്കലും അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വ്രണിതമായ മനസ്സ് വച്ച് പുലർത്തേണ്ട കാര്യമില്ല. ഒരു മറ്റുള്ളവരെ സാഡിസ്റ്റ് മെൻറ്റാലിറ്റി വെച്ച് പുലർത്തേണ്ട കാര്യമില്ല. ഈ നേരത്തെ പറഞ്ഞ ആ ഒരു റാണി എന്ന് പറയുന്ന തള്ളയെപ്പോലത്തെ കുറേ എണ്ണം സമൂഹത്തിൻ്റെ അകത്ത് മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പം അവരൊക്കെ കുരു പൊട്ടി ഒലിക്കും. ഈ ഒരുമാതിരി മൂലക്കുരുവിനെക്കാട്ടി വലിയ കുരുവാണ് ഇവരുടെയൊക്കെ നെഞ്ചിൽ പേര് നടക്കുന്നത്. അത് മറ്റൊരുത്ത് സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ, മറ്റൊരാൾ നല്ല രീതിയിൽ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ, അതുവരെ കഷ്ടപ്പെട്ടു, പിന്നെ ഒരു ദിവസം നന്നായി, അതെല്ലാം കാണാൻ വേണ്ടിയിട്ട് പറ്റാത്ത ഒരു തരം മാനസിക വൈകല്യമുള്ള ആൾക്കാർ. ഈ പറഞ്ഞ ആൾക്കാർക്ക് സത്യം പറഞ്ഞാൽ ഇവർക്ക് ഈ പരിപാടിയേ പറ്റുള്ളൂ. ഇവർക്ക് വേറെ ഒന്നും പറ്റത്തില്ല. ഇവരുടെ അസ്വസ്ഥത എന്ന് വെച്ചാൽ കണ്ടവൻ്റെ ലൈഫിൽ നടക്കുന്ന സന്തോഷം മൊത്തം ഇവരുടെ അസ്വസ്ഥതയായിട്ട് മാറും. എന്നാൽ ഇവരോ നേരം വേണം ജീവിക്കത്തുമില്ല. സ്വന്തം കുടുംബത്തിനകത്തുള്ള പ്രശ്നങ്ങളോ സ്വന്തം പല്ലിനിടയിൽ നടക്കുന്ന ദുർഗന്ധത്തിനെ കുറിച്ച് അവർ ചിന്തിക്കത്തില്ല. മറ്റുള്ളവരുത്തൻ്റെ ഇവിടെ ഈ പല്ലിൻ്റെ ഇടയിൽ ചെറിയ കറയെക്കുറിച്ച് ഒരു വലിയ വാചാലരായി അതിനെക്കുറിച്ച് സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കും. എന്താണെങ്കിലും ദീപ്തി ടീച്ചറിനും അവരുടെ പങ്കാളിക്കും, അതായത് അവരുടെ രണ്ടുപേരുടെയും ഈ ഒരു ജീവിതത്തിന് എല്ലാവിധ ആശംസകൾ നേരുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് ഗൈസ്, ബൈ. പിന്നെ ഒരു കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കണം, ജാതകപ്പൊരുത്തമൊക്കെ നോക്കിയിട്ട് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ കാര്യത്തിൻ്റെ അകത്ത് എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും.